ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അഥവാ കൺസെപ്റ്റ്സാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഒരു 4 കൺസെപ്റ്റ്സും കൂടി പഠിക്കണം. ഡിസ്കൗണ്ടിങ് കൺസെപ്റ്റ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ. മാനേജറിയൽ എക്കണോമിക്സിലെ 5ാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ദ ഡിസ്കൗണ്ടിങ് കൺസെപ്റ്റ്, കിഴിവ് ആശയം. വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ഐഡിയാസ് ഇൻ എക്കണോമിക്സ് ഈസ് ദാറ്റ് എ റുപ്പി ടുമാറോ ഈസ് വർത്ത് ലെസ് ദാൻ എ റുപ്പി ടുഡേ. സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളിലൊന്നാണ് നാളത്തെ 1 രൂപയുടെ മൂല്യം ഇന്നത്തെ 1 രൂപയുടെ മൂല്യത്തേക്കാൾ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളൊരു 10 വർഷം ഉണ്ടായിരുന്ന 1 രൂപയുടെ മൂല്യമല്ല ഇന്ന് 1 രൂപയ്ക്ക്. ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് ഒരു ചായക്ക് നമ്മൾ 5 റുപ്യ കൊടുക്കേണ്ടി വന്നാൽ ഇന്ന് ആ ചായക്ക് നമ്മൾ 10 റുപ്യ കൊടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ? പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് കയ്യിലുണ്ടായിരുന്ന 1 രൂപയുടെ മൂല്യം ഇന്നത്തെ 1 രൂപയ്ക്കില്ല. അപ്പോൾ സാധനങ്ങളുടെ വില കൂടുക എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ മൂല്യം കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിം തന്നെയാണ്, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പറയുക? എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. കയ്യിലുള്ള ഒരു പക്ഷിയാണ് ആകാശത്തിലൂടെ പറക്കുന്ന അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലയിലുള്ള 2 പക്ഷികളെക്കാൾ വിലമതിപ്പുള്ളത് എന്നാണ് പറയുക. നിങ്ങൾക്ക് 2 വ്യക്തികൾ ജോലി തരാമെന്ന് പറയുന്നു. ഒരാൾ പറയുന്നു നിങ്ങൾക്കിപ്പോൾ 5000 റുപ്യ തരും ജോലി എടുത്താൽ. വേറെ ആൾ പറയുന്നു, രണ്ടാമത്തെ വ്യക്തി പറയുന്നു, 1 വർഷത്തിന് ശേഷം 5000 രൂപ തരാമെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഓഫറായിരിക്കും. കാരണം ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ അല്ലേ? തീർച്ചയായിട്ടും ഭാവി എന്ന് പറയുന്നത് അൺസേർട്ടൺ, അനിശ്ചിതത്വം നിറഞ്ഞതാണ്. 5000 രൂപ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതേസമയം 5000 റുപ്യ ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു 8% പലിശയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം 400 ചേർത്ത് 5400 ആവും. പക്ഷേ ഇയാൾ ഓഫർ ചെയ്യുന്നത് എന്താണ്? അടുത്ത കൊല്ലം 5000 തരാമെന്നാണ് പറയുക. അതേസമയം ഈ പണം നമുക്ക് ഇന്ന് കിട്ടിയാൽ ഈ 5000 റുപ്യ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ 8% പലിശയും കൂട്ടി അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും 5400 റുപ്യ കിട്ടും. അപ്പോൾ അടുത്ത കൊല്ലം കിട്ടുന്ന 5400 റുപ്യേൻ്റെ 8% പലിശ നിരക്കിലാണെങ്കിൽ അടുത്ത വർഷം കിട്ടുന്ന 5400 രൂപയുടെ ഇപ്പോഴുള്ള മൂല്യം 5000 രൂപയാണ്. അപ്പോൾ 5000 പ്ലസ് ഈ 5000ൻ്റെ 8% 400 ചേർത്ത് അടുത്ത കൊല്ലം എത്രയാവും? 5400 ആവും. ഇനി അതേസമയം വേറൊരാൾ ഒരു 5600 റുപ്യ നമുക്ക് ഓഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, അടുത്ത കൊല്ലം 1 വർഷത്തിന് ശേഷം 5600 റുപ്യ തരും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 1 വർഷത്തിന് ശേഷം 5600 റുപ്യ 8% നിരക്കിൽ കിട്ടിയാൽ ആ പണത്തിൻ്റെ ഇപ്പോഴുള്ള മൂല്യം നമുക്ക് കണ്ടുപിടിക്കാം. 8% പലിശ നിരക്കിൽ 5600 രൂപ 1 വർഷത്തിന് ശേഷം കിട്ടിയാൽ അതിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഭാവിയിൽ കിട്ടാവുന്ന ഒരു തുകയുടെ വർത്തമാന മൂല്യം, ഇപ്പോഴുള്ള മൂല്യം കണക്കാക്കുന്നതിന് വേണ്ടി നമുക്ക് ദ പ്രസന്റ് വാല്യൂ ഓഫ് 1 റുപ്പി ഇൻ ഫ്യൂച്ചർ ഏർണിംഗ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിസ്കൗണ്ടിങ്. ഡിസ്കൗണ്ടിങ് രീതി ഉപയോഗിച്ചിട്ടാണ് ഫ്യൂച്ചറിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ PV ഫാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. PV = ഡിസൈർഡ് എമൗണ്ട്സ് ഡിവൈഡഡ് ബൈ 1 + I. PV എന്നാൽ പ്രസന്റ് വാല്യൂ, I ഇൻട്രസ്റ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ എക്സാമ്പിളിലാണെങ്കിൽ 1 വർഷത്തിന് ശേഷം കിട്ടുന്ന 8% പലിശ നിരക്കിൽ 1 വർഷത്തിന് ശേഷം കിട്ടുന്ന 5600 രൂപയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 5600 ഡിവൈഡ് ബൈ 1 + I. ഇൻട്രസ്റ്റ് നിരക്ക് 8%. 8% എന്ന് പറയുമ്പോൾ 0.08. 8/100 എന്ന് പറഞ്ഞാൽ 0.08. അപ്പോൾ 5600 ഡിവൈഡ് ബൈ 1.08 5185 എന്ന് വരും. അപ്പോൾ ഇവിടെ അടുത്ത വർഷം കിട്ടുന്ന 8% പലിശ നിരക്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന 5600 രൂപയുടെ ഇപ്പോഴുള്ള വില എത്രയാണ്? 5185 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാവുന്നതാണ്.
അപ്പോൾ ഡിസ്കൗണ്ട് പ്രിൻസിപ്പിൾ ഹെൽപ്സ് മാനേജേഴ്സ് ടു ടേക്ക് കറക്റ്റ് ഡിസിഷൻസ്. അപ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഡിസ്കൗണ്ട് പ്രിൻസിപ്പിൾ വളരെയധികം സഹായിക്കുന്നു. ഈ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാൻ വേണ്ടി ഇപ്പോൾ സാധാരണ സെയിൽസ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ്. ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ വിൽപ്പന നടത്തുമ്പോൾ തന്നെ പണം കിട്ടുന്ന അവസരമാണ് നമ്മൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുക. ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് എന്താണ്? വായ്പ ആയി സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് ശേഷമേ അതിൻ്റെ പണം മടക്കി കിട്ടുന്നുള്ളൂ എങ്കിൽ ആ തുകയുടെ ഒരു പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണക്കാക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത കൊല്ലം കിട്ടുന്ന 10,000 ഇപ്പോഴുള്ള യഥാർത്ഥ മൂല്യം നമുക്ക് കണക്കാക്കണം. അപ്പോൾ ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ PV ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഭാവിയിൽ കിട്ടുന്ന പണത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണക്കാക്കുക. ഇനി അതിലെ 6ാമത്തെ കൺസെപ്റ്റാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, അപകട സാധ്യതയും അനിശ്ചിതത്വവും. മാനേജർ ഡിസിഷൻസ് ആർ ആക്ഷൻസ് ഓഫ് ടുഡേ which bear fruits in future which is unforeseen. Future is uncertain and involves risk. The uncertainty is due to unpredictable changes in the business cycle, structure of the economy and government policies. അപ്പോൾ തീർച്ചയായിട്ടും മാനേജർമാർ എടുക്കുന്ന പല തീരുമാനങ്ങളും അനിശ്ചിതത്വത്തിനും അപകട സാധ്യതയ്ക്കും സാധ്യതയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഭാവി എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്, അപകട സാധ്യത ഉൾപ്പെടുന്നതുമാണ്. അപ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് സൈക്കിളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ, സാമ്പത്തിക പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന ചാഞ്ചാട്ടങ്ങളെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയാം. ഇത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. ബിസിനസ് ഒരു കാലം വളരെ വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ പോകുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അത് താഴേക്ക് പോകും, മാന്ദ്യത്തിലേക്ക് പോകും, തളർച്ചയിലേക്ക് പോകും, പിന്നെ കരകയറും. അങ്ങനെ ബിസിനസ് സൈക്കിളിലൂടെ അല്ല, ഏത് ബിസിനസ്സിനും ഒരു ബിസിനസ് സൈക്കിൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, തളർച്ചയുണ്ട്, പിന്നെ റിക്കവറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോകുന്നത്. അതുപോലെ സമ്പദ്ഘടനയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ, സർക്കാർ നയങ്ങളിൽ ഉണ്ടാവുന്ന ഘടകങ്ങൾ, ഇതൊക്കെ പലപ്പോഴും അനിശ്ചിതത്വത്തിന് കാരണമാവുന്നു. അപ്പോൾ ഭാവിയിലെ അനിശ്ചിതത്വവും അജ്ഞാതവുമായ സാമ്പത്തിക സാഹചര്യങ്ങളിൽ തങ്ങളുടെ സ്ഥാപനത്തിനായി തീരുമാനമെടുക്കാനുള്ള സാധ്യത മാനേജ്മെൻറ്റ് ഏറ്റെടുക്കണം. അപ്പോൾ ഉൽപ്പാദനം, മാർക്കറ്റ് വിലകൾ, എതിരാളികളുടെ തന്ത്രങ്ങൾ മുതലായവയെക്കുറിച്ച് സ്ഥാപനങ്ങൾക്ക് അനിശ്ചിതത്വം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉൽപ്പാദകർക്ക് സമ്പദ് വ്യവസ്ഥയിലെ ചലനാത്മക മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനാൽ ന്യായമായിട്ടും കൃത്യതയോടുമുള്ള വിലയും സ്ഥാപനങ്ങളുടെ വിലയും വരുമാന ഡാറ്റയും ഒക്കെ ശേഖരിച്ച് അനിശ്ചിതത്വവും അതുപോലെ അപകട സാധ്യതയും കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മാനേജറിയൽ എക്കണോമിക്സിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ആൻ എക്കണോമിക് പ്രിൻസിപ്പിൾ ദാറ്റ് ഡിസ്ക്രൈബ്സ് എ കസ്റ്റമേഴ്സ് ഡിസൈർഡ് ആൻഡ് വില്ലിംഗ്നെസ് ടു പേ എ പ്രൈസ് ഫോർ എ സ്പെസിഫൈഡ് ഗുഡ്സ് ഓർ സർവീസ്. പ്രതിഫലം നൽകാനുള്ള മനോഭാവത്തിൻ്റെയും പ്രതിഫലം നൽകാനുള്ള ശേഷിയുടെയും പിൻബലമുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് പ്രൊഡക്റ്റിനും സർവീസിനും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഒരിക്കലും ഡിമാൻഡ് ഉണ്ടാവുന്നില്ല. ആഗ്രഹം ഉണ്ടാവണം, ആ പ്രതിഫലം നൽകാനുള്ള ഒരു സന്നദ്ധതയും ഉണ്ടാവണം. അപ്പോൾ ആഗ്രഹം, പ്രതിഫലം നൽകാനുള്ള മനോഭാവത്തിൻ്റെയും പ്രതിഫലം നൽകാനുള്ള ശേഷിയുടെയും പിൻബലമുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡിൻ്റെ ഭാഗമായി നമുക്കൊരു ലോ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. The law of demand states that other things remaining the same, as price of a commodity falls, its quantity demanded increases and vice versa. സാധനത്തിൻ്റെ വില കുറയുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ മാറ്റമില്ലെങ്കിൽ ഡിമാൻഡിൻ്റെ അളവ് വർദ്ധിക്കുകയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു എന്നതാണ് ഡിമാൻഡ് നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്ന ഏറ്റവും അവസാനത്തെ കൺസെപ്റ്റ് ലോ ഓഫ് സപ്ലൈ ആണ്. എന്താണ് ഈ സപ്ലൈ എന്നാൽ? സപ്ലൈ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു വിലയ്ക്ക് വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ അളവ് എന്നാണ് സപ്ലൈയെ പറയുക. അപ്പോൾ അവിടെ ഒരു ലോ ഓഫ് സപ്ലൈ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലോ ഓഫ് സപ്ലൈ പറയുന്ന ഇതാണ്:
ഈ പ്രധാനത്തിൻ്റെ നിയമം അല്ലെങ്കിൽ സപ്ലൈയുടെ നിയമം ഇങ്ങനെയാണ് പറയുക. ദ ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് റിമൈനിങ് അൺചേഞ്ച്ഡ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് ഇറ്റ്. മറ്റ് കാര്യങ്ങളിൽ മാറ്റമില്ലാതെ അവശേഷിക്കുമ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ആ സാധനത്തിൻ്റെ പ്രധാനത്തിൻ്റെ അളവിൽ വർധനവ് ഉളവാക്കുന്നു എന്നതാണ് പ്രധാന നിയമം അഥവാ ലോ ഓഫ് സപ്ലൈ. എന്ന് പറഞ്ഞാൽ വില കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, വില കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. ഈ നിയമത്തെയാണ് നമ്മൾ ലോ ഓഫ് സപ്ലൈ എന്ന് പറയാം. ഇങ്ങനെ 8ഓളം പ്രധാനപ്പെട്ട എക്കണോമിക് ടൂൾസ് ആണ് മാനേജറിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ഈസ് എ ഫണ്ടമെന്റൽ സ്റ്റഡി അണ്ടർ മൈക്രോ എക്കണോമിക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കണോമിക്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇതിൽ മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു ഭാഗമാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. അപ്പോൾ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ദ വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് എ കൺസ്യൂമേഴ്സ് ടു പർച്ചേസ് എ ഗിവൺ എമൗണ്ട് ഓഫ് എ ഗുഡ്സ് ഓർ സർവീസ് അറ്റ് എ ഗിവൺ പ്രൈസ്. പ്രതിഫലം നൽകാനുള്ള മനോഭാവത്തിൻ്റെയും പ്രതിഫലം നൽകാനുള്ള ശേഷിയുടെയും പിൻബലമുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ വെറും ഒരു ആഗ്രഹം ഒരിക്കലും ഡിമാൻഡ് ആവില്ല. ഒരു ആഗ്രഹം ഡിമാൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? പ്രതിഫലം നൽകാനുള്ള ശേഷി അയാൾക്ക് ഉണ്ടാവണം, അതുപോലെ അത് വാങ്ങാനുള്ള ഒരു സന്നദ്ധത അയാൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് പ്രതിഫലം നൽകാനുള്ള സന്നദ്ധതയുടെയും ശേഷിയുടെയും പിൻബലമുള്ള ആഗ്രഹത്തെ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. ഡിമാൻഡിനെ നമുക്ക് രണ്ടായിട്ട് നിർവചിക്കാം. ഡിമാൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇൻഡിവിജ്വൽ റെഫേഴ്സ് ടു ദ ഡിമാൻഡ് ഓഫ് എ പെർട്ടിക്കുലർ കൺസ്യൂമർ. ഒരു നിശ്ചിത വിലയ്ക്ക് വ്യക്തിയായ ഉപഭോക്താവ് വാങ്ങാൻ തയ്യാറുള്ള ചരക്കിൻ്റെ അളവിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്യൂമർക്ക്, ഒരു ഉപഭോക്താവിന് ഒരു നിശ്ചിത അളവിൽ നിശ്ചിത വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുക. അതേസമയം മറ്റൊരു ഡിമാൻഡും കൂടി പറയുന്നുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി. ഒരു വിപണിയിലെ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള മൊത്തം ഡിമാൻഡിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുക. അപ്പോൾ ഡിമാൻഡ് രണ്ട് രീതിയിലുണ്ട്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് അതുപോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇനി നമുക്കതിൽ പഠിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടുവേർഡ്സ് an increase or decrease following a change in the variable like price, income, taste and preference, customs, status, etc. അപ്പോൾ എന്താണ് ഒരു ചോദനത്തിൻ്റെ ഇലാസ്തികത അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാൽ? ഇലാസ്തികത എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതികരണം എന്നാണ്. അപ്പോൾ ഡിമാൻഡിൻ്റെ അഥവാ ചോദനത്തിൻ്റെ പ്രതികരണാത്മകതയാണ് നമ്മൾ ഇലാസ്തികത അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. അപ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് പറയുക. ദെൻ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങളുടെ വില, ദെൻ ഇൻകം ഓഫ് ദി കൺസ്യൂമറുടെ വരുമാനം, മറ്റൊന്ന് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പ്രതിസ്ഥാപന വസ്തുക്കളുടെ വിലയിലെ മാറ്റം. ഇങ്ങനെ 2-3 കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. അപ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഈ ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. ഇനി നമുക്ക് അതിൽ പഠിക്കേണ്ട മറ്റൊരു ഘടകമാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻസ് ദ ഡിമാൻഡ്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഉൽപ്പന്നങ്ങളുടെ അഥവാ സേവനങ്ങളുടെ വില എന്നുള്ളത്.
Price affects the demand of a product to a large extent. There is an inverse relationship between the price of a product and quantity demanded. The demand for a product decreases with the increase in its price, while other factors are constant and vice versa. അപ്പോൾ ഈ വിലയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഡിമാൻഡിനെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നമ്മൾ പറഞ്ഞു, ഒരു സാധനത്തിന് വില കൂടിയാൽ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ്, ഉൽപ്പന്നങ്ങളുടെ വിലകൾ തന്നെയാണ്. അനദർ ഫാക്ടർ ദാറ്റ് ഈസ് ഇൻകം ഓഫ് കൺസ്യൂമർ. The income of a consumer affects his purchasing power, which in turn influences the demand for a product. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ ഉപഭോക്താക്കളുടെ വരുമാനമാണ്. ഉപഭോക്താക്കളുടെ കൈവശം കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ സാധനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. ആളുകളുടെ വരുമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് താല്പര്യം കുറയും. അപ്പോൾ തീർച്ചയായിട്ടും സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ഉപഭോക്താക്കളുടെ വരുമാനമാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും. Tastes and preferences play a major role in influencing the individual and market demands of a product. The tastes and preferences of consumers are affected due to various factors like lifestyles, customs, common habits, and change in fashion, standard of living, religious values, age and sex, etc. അപ്പോൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ആളുകളുടെ ഇഷ്ടങ്ങളിലും അഭിരുചികളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, വൃദ്ധന്മാർക്കുള്ള താല്പര്യങ്ങളെല്ലാം ചെറുപ്പക്കാർക്ക് ഉണ്ടാവുക. ഇന്ന് നമുക്കറിയാം, ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഹാംബർഗിൻ്റെ പുറകെയും കോളയുടെ പുറകെ എല്ലാം പോകുന്നു. യൂത്ത് വളരെ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ്സുകൾ ഉപയോഗിക്കുന്നു, ബർഗേഴ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് ചെറുപ്പക്കാർ വെസ്റ്റേൺ ഫുഡുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെജിറ്റേറിയൻ ഫുഡോ അങ്ങനെയുള്ള സാധനങ്ങൾ മതി, അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ മാറി മാറി വരുന്ന ഇഷ്ടങ്ങളും അവരുടെ താല്പര്യങ്ങളും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ബന്ധപ്പെട്ട ചരക്കുകളുടെ വിലകൾ. അപ്പോൾ എന്താണ് ഈ ബന്ധപ്പെട്ട ചരക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം? റിലേറ്റഡ് ഗുഡ്സ് ആർ ടു ടൈപ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഈ റിലേറ്റഡ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ചരക്കുകൾ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സ് ആർ ദോസ് വിച്ച് കാറ്റർ ടു ദി സെയിം നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ബട്ട് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഒന്നിന് പകരം ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത വിലകളുള്ള ചരക്കുകളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുക. ഒന്നിനു പകരം ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത വിലകളുള്ള സാധനങ്ങളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുക. ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും രണ്ടിൻ്റെയും ആവശ്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിലകളിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കൂടുതലും സൺഫ്ലവർ ഓയിലിൻ്റെ വില കുറവുമാണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക സൺഫ്ലവർ ഓയിലിനാണ്. നേരെ തിരിച്ചും അങ്ങനെയാണ്. കോക്കനട്ട് ഓയിലിൻ്റെ വില കുറവും സൺഫ്ലവർ ഓയിലിൻ്റെ വില കൂടുതലുമാണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക കോക്കനട്ട് ഓയിലിനാണ്. അപ്പോൾ ഒന്നിനു പകരം ഉപയോഗിക്കാവുന്ന സാധനങ്ങളുടെ വിലകളിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പിന്നീട് മറ്റൊന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ കൺസ്യൂമഡ് സൈമിൾട്ടേനിയസ്ലി ഓർ ഇൻ കോമ്പിനേഷൻ. പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനത്തിന് മറ്റൊരു ഉൽപ്പന്നം അത്യാവശ്യമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് അല്ലെങ്കിൽ പരസ്പര പൂരക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുക. അപ്പോൾ പരസ്പര പൂരക ഉൽപ്പന്നങ്ങളുടെ വില ഡിമാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ബൈക്കും പെട്രോളും അല്ലെങ്കിൽ കാറും അല്ലെങ്കിൽ ബസ്സും ഡീസലും, അപ്പോൾ ഇത് ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിലേ മറ്റൊരു ഉൽപ്പന്നം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ.
അപ്പോൾ ഇതിൻ്റെ വിലകളിൽ ഉണ്ടാവുന്ന ഡിമാൻഡിനെ സ്വാധീനിക്കും. ഇപ്പോൾ പെട്രോളിൻ്റെ വില കുറയുകയാണെങ്കിൽ ബൈക്കിൻ്റെ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ പരസ്പര പൂരകങ്ങളായ ഉൽപ്പന്നങ്ങളുടെ വിലകളിൽ ഉണ്ടാവുന്ന മാറ്റം ഡിമാൻഡിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ബന്ധപ്പെട്ട ചരക്കുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെന്ററി. ഇനി മറ്റൊരു ഘടകമാണ് എക്സ്പെക്ടേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ. എക്സ്പെക്ടേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അബൌട്ട് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് അഫക്റ്റ് ഡിമാൻഡ് ഫോർ ദാറ്റ് പ്രൊഡക്റ്റ് ഇൻ ദ ഷോർട്ട് റൺ. അപ്പോൾ ഉപഭോക്താക്കളുടെ പ്രതീക്ഷകളാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ വില കൂടുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ കൂടുതലായി ഗോൾഡ് വാങ്ങുന്നു. അങ്ങനെ കൂടുതലായി ഗോൾഡ് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ അവിടെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു പ്രതീക്ഷയാണ് വില കൂടുമെന്നുള്ള ധാരണയിൽ, ഗോൾഡിന് വില കൂടുമെന്നുള്ള ധാരണയിൽ ഗോൾഡ് കൂടുതലായിട്ട് വാങ്ങി വെക്കുന്നു. അപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. മറ്റൊന്ന് നമ്പർ ഓഫ് ബയേഴ്സ് ആണ്, വാങ്ങുന്നവരുടെ എണ്ണം, വാങ്ങുന്ന ആളുകളുടെ എണ്ണം. ദ മോർ ബയേഴ്സ് ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഫ്യൂവർ ബയേഴ്സ് ലീഡ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ്. സാധനങ്ങൾ വാങ്ങാൻ പൊട്ടൻഷ്യൽ ബയേഴ്സ് അധികമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ആളുകൾ കൂടുതലായി സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാധനത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. നമുക്കറിയാം, ഈ ഒരു കോവിഡ് മഹാമാരിയുടെ കാലത്ത് വലിയ തോതിൽ സാനിറ്റൈസറുകൾക്കും മാസ്കിനും ചിലവുണ്ട്. കാരണം അത് വാങ്ങാൻ ഒട്ടനവധി ആളുകൾ ഉള്ളത് കൊണ്ടാണ്. അതേസമയം വാങ്ങുന്നവരുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയുകയും ചെയ്യും. മറ്റൊന്ന് എഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യത്തിൻ്റെ ഒരു സ്വാധീനം. കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അഡ്വർടൈസ്മെൻറ്റ്സ്. പരസ്യം വളരെ വലിയ തോതിലുണ്ടെങ്കിൽ നമുക്കറിയാം ഡിമാൻഡ് കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അഡ്വർടൈസ്മെൻറ്റ്സ് തന്നെയാണ്. വർദ്ധിച്ച തോതിൽ അഡ്വർടൈസ്മെന്റ് നൽകുന്ന കമ്പനികളുടെ പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ സൊസൈറ്റി, സമൂഹത്തിലെ വരുമാനത്തിന്റെ വിതരണം. ഇഫ് ഇൻകം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി, ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് വുഡ് ബി ഹയർ ദാൻ ഇൻ കേസ് ഓഫ് ആൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. Unequal distribution of income leads to higher or low consumption of a product by different segments of the society. അപ്പോൾ സമൂഹത്തിലെ വരുമാനത്തിൻ്റെ ഒരു വിതരണം അത് തുല്യ വിതരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ പറ്റും. എല്ലാ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്കും സാധനം വാങ്ങാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. അതേസമയം ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതൊരു തുല്യമല്ലാത്ത വിതരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക വിഭാഗം ആളുകളിലേക്ക് മാത്രം വരുമാനം എത്തിച്ചേരുകയും അവർക്ക് മാത്രം പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ടാവുകയും വരുമാനം കിട്ടാത്ത ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറയുകയും സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദ സൊസൈറ്റി, സമൂഹത്തിലെ വരുമാനത്തിൻ്റെ വിതരണമാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. നെക്സ്റ്റ് വൺ, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയിലുള്ള വളർച്ച. ഇഫ് ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇൻക്രീസ് ഇൻ ദ മാർക്കറ്റ്, ദ കൺസംപ്ഷൻ കപ്പാസിറ്റി ഓഫ് കൺസ്യൂമേഴ്സ് ഓൾസോ ഇൻക്രീസസ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ കൂടുതൽ വേണം, സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ ഡിമാൻഡിനെ കൂട്ടാനുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് കൂടാൻ കാരണമായിട്ടുള്ള മറ്റൊരു ഘടകമാണ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടുതലുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും. ജനസംഖ്യ കുറഞ്ഞ ഒരു എക്കണോമിയിൽ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ ഡിമാൻഡ് കുറവായിരിക്കും. അനദർ ഫാക്ടർ ദാറ്റ് ഈസ് ഗവൺമെന്റ് പോളിസി. Government policy affects the demand for a product. For example, if a product has high tax rates, this would increase its price and decrease in demand. ഗവൺമെന്റ് നയങ്ങൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ ഡിമാൻഡിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. ഗവൺമെന്റ് ഈടാക്കുന്ന നികുതി കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സാധനത്തിന്റെ വില വർദ്ധിക്കും. അതേസമയം ഗവൺമെന്റ് ഈടാക്കുന്ന ടാക്സ് നിരക്ക് വളരെ കുറവാണെങ്കിൽ സാധനങ്ങളുടെ വിലയും സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 10ഓളം കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ്
അല്ലെങ്കിൽ 10ഓളം കാരണങ്ങളാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് തീരുമാനിക്കപ്പെടുക.